ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബീഡ്സ് വർക്കായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് പാറ്റേൺ ആദ്യമേ തന്നെ ഒന്ന് വരച്ചു കൊടുക്കാം. ഒരു റൗണ്ട് നെക്കാണ് ഇതിനകത്തേക്ക് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് വരയ്ക്കാവുന്നതാണ് കേട്ടോ. റൗണ്ട് നെക്ക് വേണമെന്നൊന്നുമില്ല, ഏത് നെക്കിൽ വേണമെങ്കിലും ഇത് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ആ ഒരു നെക്കിൻ്റെ ബോർഡർ ലൈനിലാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ ഒരു ബോർഡർ ഇതേപോലെ വരുന്നതാണ്. അപ്പോൾ നെക്കിൻ്റെ താഴേക്കാണ് ഈ ഒരു ഡിസൈൻ വരേണ്ടത് കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്ററിൽ ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ലീഫ് വരുന്ന രീതിക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു നമ്മൾ ലീഫ് പാറ്റേൺ ചെയ്യുന്ന പോലെ തന്നെയാണ് ചെയ്യുന്നതും കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ നേരെ താഴേക്ക് നമുക്ക് ഇതുപോലെ ഒരു ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിലും നമ്മൾ ലീഫ് പാറ്റേൺ ആണ് വരച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ചെറിയ സിമ്പിൾ ഡിസൈനാണ്, നമുക്ക് വലിയ ഹെവി ആയിട്ട് വരുന്ന ഡിസൈനും പാറ്റേണും ഒന്നും അല്ല. നിങ്ങൾക്ക് ഈസിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും, അതുപോലെ ഈസിയായിട്ട് വരച്ചെടുക്കാനും പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ രണ്ട് സൈഡുകളിലും ഇതേപോലെ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വളഞ്ഞ് വരുന്ന രീതിയിലൊന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിലും നമ്മൾ ഇതേപോലെ തന്നെ ലീഫ് പാറ്റേൺ കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്ററിൽ നമ്മൾ ഫ്ലവർ പോലെ കൊടുക്കാനായിട്ട് ഒരു റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്ലവറിൻ്റെ താഴെ വളഞ്ഞ് വരുന്ന രീതിയിൽ ഒരു 2 ഡിസൈനും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഓൾ ഓവർ ഇതിനകത്ത് ഡിസൈൻ വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇടയ്ക്ക് റൗണ്ട് പോലെ ഇതുപോലെ നമ്മൾ വളഞ്ഞ് വരുന്ന ഒരു ഡിസൈൻ ഉണ്ടല്ലോ, അതുകൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ടും ബീഡ്സ് വർക്കാണ് വരുന്നത്. ഇതേ രീതിയിലാണ് നമ്മൾ മാർക്കിംഗ് എല്ലാം കൊടുക്കണം. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നെക്കിൻ്റെ ബോർഡറിൽ കൊടുത്തിരുന്ന ആ ഒരു ലൈനില്ലേ, അവിടെയും നമ്മൾ ആ ഒരു ലീഫും അതുപോലെ വളഞ്ഞു വരുന്ന ഡിസൈനൊക്കെ കൊടുത്ത് അതൊന്ന് ഫില്ല് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നെ നമ്മൾ ടോപ്പ് പോർഷനിൽ, അതായത് ഷോൾഡറിൻ്റെ അവിടെ വരുമ്പോൾ നമ്മൾ അവിടെയും ഒന്ന് റൗണ്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഫ്ലവർ പാറ്റേൺ പോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. സിമ്പിൾ ഡിസൈനാണ്, എല്ലാവർക്കും തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ പറഞ്ഞ പോലെ വലിയ ഹെവി അല്ലാത്ത എന്നാൽ നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിളായിട്ട് വരുന്നൊരു വർക്കാണ്. അപ്പോൾ നമ്മളിവിടെ സെൻറ്ററിൽ കൊടുത്തേക്കുന്ന ആ ഒരു റൗണ്ടിൽ നമ്മൾ ബീഡ്സ് വർക്കാണ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ത്രെഡായിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു റൗണ്ട് ഒന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ റെഡ് കളർ ത്രെഡ് കൊണ്ട് നിങ്ങൾക്ക് ഫ്രഞ്ച് നോട്ടോ ഒക്കെ ഇട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്യണ പോലെ തന്നെ ബീഡ്സ് വർക്ക് കൊണ്ട് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാനിപ്പോൾ റെഡ് കളർ ഷുഗർ ബീഡ്സും ഗോൾഡൻ കളർ കാർഡ് ബീഡ്സുമാണ് എടുത്തേക്കണേ. വേറെ ബീഡ്സൊന്നും എടുത്തിട്ടില്ല. നോർമൽ നീഡിൽ നമ്പർ 12 എടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ തന്നെ നമുക്ക് സെൻറ്ററിലെ റൗണ്ട് മാർക്കിംഗ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുള്ള അതേ പാറ്റേൺ തന്നെയാണ് ഇവിടെയും ഫോളോ ചെയ്യുന്നത്. നമ്മൾ സെൻറ്ററിൽ ഒരു ബീഡ് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ നമ്മുടെ ഔട്ടർ ലെയർ കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഔട്ടർ ലെയറിൽ വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നിച്ച് മുത്ത് കോർത്തെടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബീഡ്സിൻ്റെ വലുപ്പത്തിനനുസരിച്ച് അതിൻ്റെ എണ്ണത്തിനകത്തൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് വെച്ച് നോക്കിയതിന് ശേഷം മാത്രം കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ലെയർ നമ്മൾ ഇതുപോലെ കുത്തി കൊടുക്കുക. അതിന് ശേഷം 4 സൈഡുകളും ലോക്ക് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഒത്തിരി വീഡിയോസിൽ കാണിച്ചിട്ടുള്ള പാറ്റേൺ ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതുമായിരിക്കും. അപ്പോൾ ഇതേപോലെ നമുക്ക് നിങ്ങൾ ചെയ്തെടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇത് കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതേ രീതി തന്നെയാണ് നമ്മളിവിടെ ഫോളോ ചെയ്യുന്നത്. വീണ്ടും നമ്മൾ ഔട്ടർ ലെയറിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഏറെ ബീഡ്സ് വേണ്ടി വരും. അപ്പോൾ അത് എത്ര വേണമെന്ന് നിങ്ങൾ ഇതുപോലെ വെച്ച് നോക്കിയതിന് ശേഷം മാത്രം കുത്തി കൊടുക്കുക. അപ്പോൾ ഔട്ടർ ലെയറിൽ നമ്മൾക്ക് കൂടുതൽ ബീഡ്സ് വരുന്നതുകൊണ്ട് തന്നെ, അതായത് എണ്ണത്തിൽ കൂടുതൽ വരുന്നതുകൊണ്ട് തന്നെ 4 സൈഡുകളല്ല, അത് കൂടുതൽ നിങ്ങൾ ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ ചിലപ്പം കറക്റ്റ് ആ ഒരു ഫിനിഷിങ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ 4 എന്നുള്ളത് ഒരു 6ഓ 7ഓ ഒക്കെ തവണ ലോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഒരു 2-3 ബീഡ്സ് ഇടവിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. വീണ്ടും അതിൻ്റെ ഔട്ടർ ലെയറിലേക്ക് വരുമ്പോൾ വീണ്ടും ബീഡ്സിൻ്റെ എണ്ണം കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കൂടുതൽ ടൈം ലോക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ബീഡ്സ് വെച്ച് കൊടുക്കുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാനായിട്ടാണ് ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഭംഗിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ലോക്ക് ചെയ്ത് കൊടുക്കുന്നതിൽ പിശി കാണിക്കല്ലോ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കുക. പിന്നെ നിങ്ങൾ എടുക്കുന്ന ക്ലോത്തിൻ്റെ അതേ കളർ ത്രെഡൊക്കെ എടുക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ തെളിഞ്ഞ് നിൽക്കുന്ന ഒന്നും കാണത്തില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പം അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ പോലെ പുറത്ത് ഔട്ടർ ലെയറിലേക്ക് വരുന്ന ലീഫ് പാറ്റേൺ ആണ് ചെയ്ത് കൊടുക്കണേ. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള 3 ലെയറുകളായിട്ട് വരുന്ന ലീഫാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ ബീഡ്സ് വർക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബീഡ്സ് കൊണ്ട് നമ്മൾ 3 ലെയറുകളായിട്ട് ഇതുപോലെ ലീഫ് പാറ്റേൺ ചെയ്യാറുണ്ടല്ലേ, ഒരുപാട് വീഡിയോസിൽ കാണിച്ചിട്ടുള്ളതാണ്. സെയിം പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ഔട്ടർ ലെയറിൽ കൊടുത്തേക്കുന്ന കംപ്ലീറ്റ് ലീഫും ഇതേപോലെയാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ഔട്ടർ ലെയറിൽ മാത്രമല്ല, പിന്നീട് നമ്മൾ അങ്ങോട്ട് കൊടുത്തേക്കുന്ന എല്ലാ ലീഫ് പാറ്റേണും ഇതേ രീതിയിൽ തന്നെയാണ് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ ഔട്ടർ ലെയർ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സൈഡിലേക്ക് വരുന്ന ഒരു ബോർഡർ ലൈനിലൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റെമ്മാണ് ഇപ്പോൾ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഓരോ ബീഡ്സ് വെച്ചിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണം കേട്ടോ.
ഇപ്പോൾ തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും തന്നെ കാണിക്കുന്നതാണല്ലോ ബാക്ക് സ്റ്റിച്ച്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് കാണുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പിന്നെ നിങ്ങൾ എപ്പോഴും വർക്ക്, അതായത് ത്രെഡ് വർക്ക് ആണെങ്കിലും ബീഡ്സ് വർക്ക് ആണെങ്കിലും ഹൂപ്പിൽ തുണി നല്ല ടൈറ്റ് ആയിരിക്കണം. നല്ല ടൈറ്റായിട്ട് തന്നെ കൊടുത്താലേ ആ ഒരു വർക്ക് കഴിയുമ്പോൾ നമ്മളത് ഫ്രെയിം എടുത്ത് കഴിയുമ്പം നല്ല ടൈറ്റായിട്ട് അത് നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ ലൂസായി പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലെ വളഞ്ഞു വരുന്ന ഡിസൈൻ നമ്മൾ ബാക്ക് സ്റ്റിച്ചിൽ തന്നെ അതേപോലെ ചെയ്തെടുക്കുകയാണ് എങ്കിലേ നമുക്ക് കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തെടുക്കുക. കൊടുത്ത പാറ്റേൺസ് നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ഇതേപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഈ ഒരു രീതിയിലാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാനും കൂടി മറന്നു പോകരുത് കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും യൂട്യൂബിലാണ് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലേക്കും ഫാമിലിയിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും കൂടെ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.